ഹായ്, നമുക്കിന്ന് ബിർമിംഗ്ഹാമിലുള്ള വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്കിലേക്ക് ഒരു യാത്ര പോയാലോ? ഇതാണ് ഈ സഫാരി പാർക്കിൻ്റെ പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു 200 ഏക്കറിലാണ് ഈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അല്ല, ഇതാരാണ് എൻ്റെ വീഡിയോയ്ക്ക് അത് കയറി വന്നിരിക്കുന്നത്? പേടിക്കേണ്ട, വേറെ ആരുമല്ല, ഇതെൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ വീഡിയോയും ഫോട്ടോസും അൺഎക്സ്പെക്റ്റഡായിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഫുൾ ഇയാളുടെ ഫോട്ടോ ആയി പോയല്ലോ. സാരിയില്ല, കെട്ടിയവനല്ലേ, ക്ഷമിച്ചേക്കാം, കിടക്കട്ടെ ഇവിടെ. ഞങ്ങളിവിടെ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത് മിനി ബസ്സായിരുന്നു. സ്വന്തമായിട്ട് കാറുണ്ടെങ്കിൽ നമുക്ക് കാറിൽ പോകാം, പക്ഷേ എനിക്കത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിനി ബസ്സാണ് സെലക്ട് ചെയ്തത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ടൈപ്പ് മാനാണ്. ഇവിടെ ഏറ്റവും കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് മാനിനെയാണ്. ഇത് വാട്ടർ ബഗ്സ് ആണ് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ജിറാഫ് പോലുള്ള പല മൃഗങ്ങളെയും ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ നമ്മളുടെ കാറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിൽക്കും. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ മിനി ബസ് സെലക്ട് ചെയ്തത്. ബസ്സിൽ കയറുന്നതിന് മുന്നേ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും ധൈര്യമുള്ള ഒരു ഫ്രണ്ടിൽ കയറിയാൽ മതിയെന്ന്. അതാകുമ്പം ഡ്രൈവറിൻ്റെ കൂടെ 2 പേർക്കിരിക്കാം. ഞാൻ അപ്പം തന്നെ കയറിയിരുന്നു, കാരണം എനിക്ക് നടുക്കിയിരിക്കാം, സേഫാണ്. ഇപ്പുറത്തും അപ്പുറത്തും എല്ലാ ആൾക്കാരുണ്ട്. ജിറാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു ബ്ലൂ ടങ്കായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ നാക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 50 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂറുണ്ടെങ്കിൽ ഇത് 22 മണിക്കൂറും ചവച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേ നിൽക്കുന്നു ഓസ്ട്രിച്ച് അഥവാ നമ്മുടെ ഒട്ടകപ്പക്ഷി. ഞാൻ പറഞ്ഞില്ലേ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കാറ് സൈഡിൽ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതുപോലെ ഓരോ മൃഗങ്ങളും ജീവികളും ഒക്കെ നമ്മുടെ തൊട്ട് സൈഡിൽ കൂടെ പോകും. ഈ കാണുന്നത് ചെമ്മരിയാടാണ്. ഇതിന് പ്രത്യേകം കൂടുണ്ടാക്കി അതിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആഫ്രിക്കൻ വൈൽഡ് ഡോഗാണ്. അതുപോലെ തന്നെ ഈ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സിംഹത്തിൻ്റെ മുഖം ഈ കല്ലിൽ കൊത്തിയിരിക്കുന്നത് 90കളിൽ ആണെന്നാണ്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആൾക്കാർ വരുന്നത്, സിംഹം. ഇത് സിംഹം കുട്ടികളാണ്. അവർക്കൊക്കെ 7 മാസം പ്രായമുണ്ടെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവർ ഓരോരുത്തർക്കും പേരിട്ടിട്ടുമുണ്ട്. നിയാൽ, നീരവ്, നാൻസി. ഈ പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഇന്ത്യക്കാരുടെ പേരാണല്ലോ എന്നൊക്കെ ഓർത്തു. അറിയില്ല, ഇനി ഒരു ഇന്ത്യക്കാരനായിരിക്കും പേരിട്ടത്.
സിംഹങ്ങൾക്ക് ഇവിടെ 3-4 ദിവസം കൂടുമ്പോഴേ ഒരു ഫുഡ് കൊടുക്കുന്നത്. അതും 40 കിലോ മീറ്റാണ് കൊടുക്കുന്നത്. ഇതിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ദേ ഹിപ്പോപ്പൊട്ടാമസ് എന്ന്. അപ്പം എൻ്റെ കിട്ടിയവൻ എന്നോട് പറഞ്ഞു അത് ഹിപ്പോപ്പൊട്ടാമസ് അല്ല, അത് റൈനോസറാണല്ലോ. പിന്നെ എന്നോട് പറഞ്ഞു വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതും വേറൊരു ടൈപ്പ് മാനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള മാനാണ്. ഇത് റെഡ് ഫോക്സ് ആണ് ഇപ്പോൾ പോണത്. ഇതിനെ ഒരു കൂട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഇന്ത്യൻ റൈനോയാണ്. ഇന്ത്യൻ ആകുമ്പോൾ നമ്മൾ എടുത്ത് പറയണമല്ലോ. ഇവിടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കറുത്ത പക്ഷി റൈനോസറിൻ്റെ ദേഹത്തെ പ്രാണികളെ തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന്. അത് ഈ കാക്കയുടെ നാട്ടിൽ നിന്ന് വന്ന നമ്മളോട്. ഇത് വേറൊരു ടൈപ്പ് മാനാണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 മൈൽ/അവർ ആണ്. ഈ കടുവൻ നമ്മുടെ വണ്ടിയുടെ ഒപ്പം തന്നെ വരുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ മനുഷ്യരെയൊക്കെ കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നതായിരിക്കുമെന്ന്. കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ വണ്ടി പോകുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഒട്ടകപ്പക്ഷി പോകുന്നുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടി അത് പോണതാണ്. ഇതിനു മുമ്പ് നമ്മൾ വേറെ സീബ്രേനെ കണ്ടിരുന്നു. പക്ഷേ ആ സീബ്രയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ആ ദേഹത്തുള്ള വരകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വര മാറുന്നതിനനുസരിച്ച് ഈ സീബ്രയുടെ പേരും മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ബാക്ടീരിയൻ ക്യാമലാണിത്. ഇതിൻ്റെ പുറത്തായിട്ട് 2 ഹമ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. അവരത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ്. ചില സമയങ്ങളിൽ ഫുഡില്ലാതെ വരുന്ന സന്ദർഭത്തിൽ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരു 15 ദിവസം വരെ ഇത് ഫുഡില്ലാതെ ജീവിക്കും. ഈ ആനയുടെ പേരാണ് കൊക്കോ. ഇതുപോലെ തന്നെ ഇവിടെ 2 ആനയുണ്ട്. ഇത് രണ്ടിനും ഇവർ ഓരോ പേരിട്ടിട്ടുണ്ട്. ഈ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഈ ആനയ്ക്ക് 4 ടൺ ഭാരമുണ്ടെന്നൊക്കെ.
ഞാനിത് കണ്ടപ്പോൾ ആലോചിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലെ ആനയെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നുമല്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ ആനകളെയൊന്നും കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഞങ്ങൾ പോരാറായപ്പം ഏകദേശം മഴയൊക്കെ ചാറി തുടങ്ങി. അതുവരെ ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു. വിൻ്റർ സമയത്താണ് പോയത്, ക്രിസ്മസ് ടൈം ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ സാന്റാ സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കുക അത് ഓപ്പൺ ആണോ എന്ന്. കാരണം ഇപ്പോൾ സ്നോ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ജിറാഫൊക്കെ അവരുടെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അതുപോലെ തന്നെ എനിക്കും വീട്ടിൽ പോകാൻ സമയമായി. ഇനിയും ചിലപ്പോൾ വീഡിയോസായിട്ട് ഞാൻ വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, ബൈ.